സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം UDF സർക്കാരിന്റെ പിടിപ്പുകേടെന്ന മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സർക്കാരിന് ആസൂത്രണത്തിൽ വീഴ്ച പറ്റിയെന്നും മുൻ മന്ത്രി. 2023 കൂടുതൽ ഉൽപാദനം ഇപ്പോഴുണ്ടെന്നും ആസൂത്രണത്തിൽ പിഴവ് സംഭവിച്ചുവെന്നും കെ കൃഷ്ണൻകുട്ടി ആരോപിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ രാജമാണിക്കാണ് പറഞ്ഞത്. അതെന്തേ വാങ്ങിച്ചില്ല? അത് മുൻകൂട്ടി കാണണ്ടേ? കാലാവസ്ഥ എങ്ങനെ വരുന്നുള്ളത് നേരത്തെ മുൻകൂട്ടി അറിയുമായിരുന്നു. എല്ലാ അമേരിക്കയുടെ കാലാവസ്ഥാ കേന്ദ്രം ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തയ്യാറാകണ്ടേ? 2023 പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയെന്നാണല്ലോ പറയുന്നത്. അതെ, അന്ന് കരാറ് റദ്ദ് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ എക്സസിൽ കൂടുതൽ വൈദ്യുതി മേടിച്ച് നമ്മൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ പറയുന്ന വൈദ്യുതി മേടിക്കാൻ തയ്യാറാണ്, പക്ഷേ വൈദ്യുതി ഇല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ. എന്നാൽ എന്താ പറഞ്ഞത്? ഇന്നത്തെ ചെയർമാൻ എന്താ പറയണത്? കൂടുതൽ വില കൊടുത്താൽ കിട്ടുന്നല്ലേ പറഞ്ഞത്? അതേ ഇല്ല, കിട്ടില്ല എന്നുള്ളത് പറയണ്ടെന്ന് പറയാണ് ഞാൻ. അദ്ദേഹം തന്നെ പറഞ്ഞു കിട്ടുന്ന. കിട്ടാത്ത സാഹചര്യം എങ്ങനെയുണ്ട്? അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ കിട്ടുന്നത്. നമ്മൾ പകല് എക്സസ്സാണ്, നമുക്ക് പകലിപ്പോഴും കേരളത്തിൽ എക്സസ്സാണ് സോളാറിൻ്റെ. നമ്മൾ വരുമ്പോൾ 160 മെഗാവാട്ട് എന്താണ് ഇപ്പോൾ 2000 ചില്ലാനം മെഗാവാട്ടാണ് ഉൽപ്പാദന ശേഷി കൂട്ടിയത്. സോളാർ ഉപയോഗിച്ച പീക്ക് അവറിൽ കിട്ടാനാണ് ഈ ബസ് പറഞ്ഞത്. വൈകുന്നേരത്ത് 500 മെഗാവാട്ടിൻ്റെ ബാറ്ററി സ്റ്റോറേജിൻ്റെ അതിൻ്റെ പ്രവർത്തനം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഉദ്ഘാടനം കഴിക്കേ വേണ്ടല്ലോ. അത് തുടങ്ങാൻ ആയി. അത് കഴിച്ചാൽ നമുക്ക് ഈ പ്രശ്നമേ വരില്ലല്ലോ. കാസർഗോഡ്. അത് പീക്ക് അവറിൽ മാത്രമല്ലേ ഉപയോഗിക്കേണ്ടല്ലോ. നമ്മൾ ഉണ്ടാകുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 കൊല്ലവും ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭത്തിൽ കൊണ്ടുപോയി. നടത്തിയില്ല. അതന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വാചകത്തിൽ തന്നെ പവർ കട്ട് ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതല്ലേ. അത് പ്ലാൻ ചെയ്തില്ലല്ലോ, ആസൂത്രണത്തിൽ വീഴ്ചയല്ലേ. ഞാനതിൽ പറഞ്ഞല്ലോ, വളരെ വിശദമായിട്ട് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വന്നേ ഉള്ളൂ എന്ന് വരെ ഉറങ്ങിയിട്ടില്ല. പാവങ്ങൾ കരയുകയാണ് ഫോണിൽ കൂടെ. എന്താ ചെയ്യുന്നത് നമ്മൾ? ഞാനല്ല, ഇപ്പോൾ നിങ്ങൾ ഇന്നാളിനെ വിളിക്കും, നിങ്ങൾ ഇടപെടൽ നടത്താൻ സാധിക്കുമോ എന്നുള്ളത് നോക്കി, അല്ലെങ്കിൽ ബോർഡ് ചെയർമാനെ വിളിക്കും പറയും. കാര്യങ്ങൾ ഉപഭോക്താക്കളെ മുൻകൂട്ടി അറിയിക്കുന്നില്ല. 2023 സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത്. അന്ന് കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് പ്രതിസന്ധി മറികടന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി മുടക്കമാണ് ഉണ്ടാകുന്നത്. അതേസമയം പുതിയ കരാർ പ്രകാരം വൈദ്യുതി വിതരണത്തിൽ തടസ്സമുണ്ടാവില്ലെന്നാണ് സർക്കാർ അറിയിപ്പ്. UTV ന്യൂസ്, പാലക്കാട്.